അയ്യപ്പ ഭക്തനായിരുന്ന സുകുമാരൻ നായർ NSSന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പിണറായി ഭക്തനായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ NSSനുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു. പത്തനംതിട്ടയിലെ ഒരു കരയോഗത്തിൽ സുകുമാരൻ നായരെ കട്ടപ്പയുമായി ഉപമിച്ചാണ് ഫ്ലെക്സുകൾ നിരത്തുകയാണ്. അതിലൂടെ തന്നെ വ്യക്തമാകുന്നു NSSനുള്ളിൽ തന്നെ ഇതിനെതിരെ ഈ പിണറായി ഭക്തിക്കെതിരെ. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായി മാറി. അദ്ദേഹം പമ്പയിൽ നിന്നും അയ്യപ്പന്റെ വിഗ്രഹവുമായി വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയപ്പോഴാണ് സുകുമാരൻ നായർ, പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായപ്പോൾ സുകുമാരൻ നായർ പിണറായി ഭക്തനായി മാറുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ കാണുന്നത്. തുറന്ന പിന്തുണയാണ് സുകുമാരൻ നായർ പിണറായി വിജയൻ നൽകുന്നത്. ഇതിലൂടെ തന്നെ പിണറായി വിജയനും സഖാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ്. വീണ്ടും തുടർച്ചയായി തന്നെ മൂന്നാമതും ഒരു പിണറായി സർക്കാർ കാണാനുള്ള വലിയ സാധ്യതകളുണ്ട്. കാരണം ഒരു 13-14% ജനസംഖ്യയുള്ള ഒരു സംഘടനയാണ് NSS. അതോടൊപ്പം തന്നെ 20%-ലധികം ജനസംഖ്യയുള്ള ഇഴവിഭാഗവും SNDPയും ഒരുമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ഏത് ന്യൂനപക്ഷങ്ങൾ VD സതീശന് മുന്നിൽ അണിനിരക്കുന്ന ഏത് ന്യൂനപക്ഷമായാലും, ഏത് SDP ആയാലും, ഏത് ജമാഅത്തെ ഇസ്ലാമി ആയാലും വിചാരിച്ചാൽ പിണറായിയെ താഴെ ഇറക്കാൻ കഴിയില്ലെന്ന് പിണറായി വിജയന് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഈ ഭൂരിപക്ഷ സമുദായത്തിൽ ഇപ്പോൾ കുറച്ചു നാളുകളായ ഒരു തോന്നലുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയുമല്ല, അവിടെ തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളായിരിക്കും. പാണക്കാട് തങ്ങൾ തീരുമാനിക്കും, കുഞ്ഞാലിക്കുട്ടി ഭരിക്കുന്ന ഒരു രീതി. അത് നാം 2011 കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് ഈ സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെല്ലാം രംഗത്തിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ഒരു ആവശ്യമില്ല, ഇറങ്ങിയാലും കാര്യമില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അന്നത്തെ സംഭവം വളരെ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നല്ലോ. 5ാം മന്ത്രി അങ്ങ് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നില്ല, മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയാണ് 5ാം മന്ത്രിയെ. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളാണ് ഉണ്ടായത്. അന്ന് ഈ രണ്ട് സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് ആ പശ്ചാത്തലത്തിലായിരുന്നു 2016 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏത് മണ്ഡലം വേണമെങ്കിലും പരിശോധിച്ച് നോക്കൂ, LDFന് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഈ 5ാം മന്ത്രി പ്രശ്നം കൊണ്ടും മറ്റ് മുസ്ലിം ലീഗിന്റെ ഈ ഭരണം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് 2011 കാലഘട്ടത്തിൽ കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി, അപ്പോൾ ഈ 3 പേരും ഭരണം നടത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ന്യൂനപക്ഷ ഭരണത്തിലേക്ക് കേരളത്തെ തള്ളിവിടാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നാം ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുകയാണ്. നമുക്ക് മതേതരത്വത്തോടാണ് താല്പര്യം. അല്ലാതെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മതം വിഴുങ്ങി ജീവിക്കുന്ന വിഭാഗമായി മാറാൻ ഇന്ത്യയിലെ ഒരു ജനങ്ങൾക്കും താല്പര്യമില്ല. ഇറാനിലും നാം കാണണമല്ലോ, ഗൾഫ് രാജ്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അടുത്ത കാലത്തേക്കൊന്നും പോകാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം അധികാരത്തിൽ കൊണ്ടുവരുന്നത്. 2016 തെരഞ്ഞെടുപ്പിൽ 91 സീറ്റ് ലഭിച്ചെങ്കിൽ 2021 ആകുമ്പോൾ 99 വർദ്ധിക്കുകയാണ്. അങ്ങനെ ഒരു വർധനവ് എങ്ങനെ ഉണ്ടായി? ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം, 20,000, 10,000, 30,000, 40,000 അടക്കം ഭൂരിപക്ഷം നേടാൻ CPMന് എങ്ങനെ കഴിഞ്ഞു? ആ ന്യൂനപക്ഷ പ്രീണനമാണ്. ആ ന്യൂനപക്ഷ പ്രീണനം നടത്താതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും NSS നടത്തുന്നത്. പക്ഷേ അങ്ങനെ ആ നീക്കം ഒരു പക്ഷെ ശരിയാണ്. പക്ഷെ അയ്യപ്പ വിശ്വാസികളുമായി ബന്ധപ്പെട്ട അത് സുകുമാരൻ നായർ ചെയ്യുന്നത്, അത് ചൂണ്ടിക്കാട്ടിയാണ് താങ്കൾ CPMനോട് അടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കരയോഗങ്ങളിൽ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കും. കാരണം ആദ്യമായി ഈ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ആദ്യമായി രംഗത്തിറങ്ങിയത് NSSന്റെ പ്രവർത്തകരായിരുന്നല്ലോ. അവർക്കായിരുന്നു മർദ്ദനങ്ങളേറ്റത്. മർദ്ദനമേറ്റോ? നിങ്ങൾ ആ സമയത്തെ സൈബർ ഇടങ്ങൾ പരിശോധിക്കൂ. ചില ചിത്രങ്ങളുണ്ടല്ലോ, അവരെ ജാതീയമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നായർ നമ്പൂതിരി ബന്ധം വച്ച് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ CPMന്റെ പോരാളികൾ നായർ സ്ത്രീകളെ അപമാനിച്ചില്ലേ? അതല്ല ഈ സുകുമാരൻ നായർ മറന്നുപോയോ? അതിനെക്കുറിച്ച് എന്താണ് സുകുമാരൻ നായർ ചിന്തിക്കാത്തത്? അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ അയ്യപ്പ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കൈകൊടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി കൈ കൊടുക്കൂ. വെള്ളാപ്പള്ളി ചെയ്യുന്നത് കണ്ടില്ലേ?
വെള്ളാപ്പള്ളി എന്താണ് ലക്ഷ്യമിടുന്നത്? വെള്ളാപ്പള്ളി കൃത്യമായി മലപ്പുറം മുതൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ അദ്ദേഹം പറയുകയാണ്, മലപ്പുറം ജില്ല ചൂണ്ടിക്കാട്ടി, അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ചൂണ്ടിക്കാട്ടി, മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാം ഞമക്ക് വരട്ടെ എന്ന ചിന്ത ചൂണ്ടിക്കാട്ടി അദ്ദേഹം തുറന്നു പറയുകയല്ലേ. അത് ജനാധിപത്യം. കാരണം ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ മാത്രം പരിഗണിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ വെള്ളാപ്പള്ളി സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഈ ഐക്യം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഗുണം ചെയ്യും. പക്ഷെ ഈ അയ്യപ്പ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് സുകുമാരൻ നായർ കളിക്കുന്നത് തീക്കളിയാണ്. അത് തന്നെയാണ് പത്തനംതിട്ടയിൽ ഉണ്ടായ ഫ്ലെക്സിലൂടെ വ്യക്തമാകുന്നത്. അയ്യപ്പ വിശ്വാസികളെ സുകുമാരൻ നായർ പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്ന കട്ടപ്പയാണ്. ആ കട്ടപ്പയെ ഒതുക്കാൻ എന്തായാലും അവരുടെ സംഘടനയ്ക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരിക്കും പത്തനംതിട്ടയിൽ സംഭവിച്ചത്. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുകയാണ്, അത് അവരുടെ നിലപാടാണ്. അതെ, അവരുടെ നിലപാടാണ്. അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നല്ലോ, UDFന് ഇപ്പോൾ ഹൈന്ദവരുടെ കാര്യമെന്ന് ശ്രദ്ധിക്കേണ്ട, അവർക്ക് ന്യൂനപക്ഷത്തിന്റെ കാര്യം നോക്കാനാണ് വലിയ സൗകര്യം. ഏത് ന്യൂനപക്ഷം എന്നും അവിടെ ചോദ്യം വരും. കാരണം നാം മുനമ്പത്ത് കണ്ടല്ലോ, അവിടെ ഒരു ന്യൂനപക്ഷമായിരുന്നു. അവർ തെരുവിലിറങ്ങിയില്ലേ, അവരുടെ വീട് നഷ്ടപ്പെട്ടില്ലേ, സ്ഥലം നഷ്ടപ്പെട്ടില്ലേ, കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിയ ആ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഈ UDFന് കഴിഞ്ഞോ? അപ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്നത് ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം അവർ നിൽക്കുന്നു. അത് ഇപ്പൊ സുകുമാരൻ നായർ പറഞ്ഞത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീകളുടെ വിഷയമുണ്ടല്ലോ ഛത്തീസ്ഗഡിലെ, ആ പ്രശ്നത്തിലും ഇത്തരം പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവർ ഓടി പോവുകയായിരുന്നു. പക്ഷെ അന്ന് കൃത്യമായി ഇടപെടൽ നടത്തി അവരെ പുറത്തിറക്കിയതാണ് BJP ആണ്. അപ്പോൾ ഇതിനെ എതിർക്കുന്നവർക്കാണ്. അങ്ങനെ എതിർക്കുന്നവരോടുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് നന്ദി രേഖപ്പെടുത്തി? രക്ഷപ്പെടുത്തിയ ആൾക്കല്ലേ നന്ദി പറയാനുള്ളത്. അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പലരും ബ്രേക്കിംഗ് ആയി കൊടുത്തില്ലേ, കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലെത്തി നന്ദി രേഖപ്പെടുത്തിയെന്ന് അവർ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചല്ലോ. അതാണ്. അപ്പോൾ ഇവർ ലക്ഷ്യമിടുന്ന ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ്, മുസ്ലിം ലീഗിനെ പിന്താങ്ങുകയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം എന്തായാലും ഉണ്ടാകില്ല. ഇപ്പോൾ സുകുമാരൻ നായർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പിണറായി വിജയന് കഴിയും. പിണറായിയോടുള്ള സ്നേഹമോ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളോ അല്ല. അദ്ദേഹം വന്ദേ ഭാരത് വരുമ്പോൾ ഫ്ലെക്സ് വയ്ക്കും, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ ഫ്ലെക്സ് വയ്ക്കും, ദേശീയപാതയ്ക്ക് മുന്നിൽ ഫ്ലെക്സ് വയ്ക്കും, എന്ത് കേന്ദ്ര പദ്ധതികൾ ഉണ്ടെങ്കിലും ഫ്ലെക്സ് വയ്ക്കും, കർഷകർക്ക് 2000 വച്ച് 3 തവണയായി നൽകുമ്പോൾ ഫ്ലെക്സ് വയ്ക്കും. അതിന് എന്ത് വന്നാലും അദ്ദേഹം ഫ്ലെക്സ് വയ്ക്കും. അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് മാത്രമല്ല ജനങ്ങൾ ഇപ്പോൾ സഹിക്കുന്നത്. എന്തായാലും ഫ്ലെക്സ് കട ഇട്ടാൽ ജീവിച്ചു പോകാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരുമകനും ഫ്ലെക്സ് അടിയിൽ വീരൻ തന്നെ. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടല്ല, മുസ്ലിം ലീഗും UDFും കേരളം ഭരിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ ഉറപ്പായി തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFനെ പിന്തുണയ്ക്കാനാണ് വലിയ രീതിയിലുള്ള സാധ്യത കാണുന്നത്. അത് ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ അനുഭവമുണ്ടല്ലോ, 2011 മുതൽ 16 വരെയുള്ള അനുഭവം കൊണ്ടായിരിക്കും ഇനി എന്തായാലും കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുക.